എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പറയാണ്. സബ്ജക്ട് രേഷ്മ പി തങ്കച്ചൻ. അങ്ങനെയല്ലോ, വേറെന്തോ രേഷു തങ്കു. അപ്പോൾ രേഷ്മ പി തങ്കച്ചനാണ് സബ്ജക്ട്. താല്പര്യമുള്ളവർ മാത്രം കേട്ടോണ്ടിരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകുക. മറ്റൊരു പ്രത്യേകത ഉണ്ട്. രേഷ്മ തങ്കച്ചനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും രേഷ്മ തങ്കച്ചൻ ഈ പിക്ചറിലില്ല. അതെന്താന്നുള്ളത് ഭാഗമൊക്കെ മനസ്സിലായി. പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചല്ല ഓരോ വീഡിയോ ചെയ്യുന്നത്, അല്ലേ? ഞാൻ ചിന്തിക്കാറില്ല. ആരും നശിച്ചു പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല. അല്ലെങ്കിൽ അവര് പച്ചറച്ച് തിന്നുന്നവന്മാരാണ് ഇവരൊക്കെ പറയുന്നത്. പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. നമ്മൾ എന്താ ചിന്തിച്ച് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാ ചെയ്യുന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൽ സത്യമുള്ളതുകൊണ്ടാണ് ഇന്നും ഇത് ചെയ്തു പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് സന്തോഷം ചോദിച്ചാൽ, കിച്ചുവും റിതപ്പനും വീണ്ടും കണ്ടുമുട്ടി. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരു അനിയനുള്ളവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ നാൾ എൻ്റെ അനിയനെ കാണാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ തരുന്ന സമയത്ത് കുറേ നാൾ കാണാൻ പറ്റിയിട്ടില്ല. അനിയൻ ആ സമയമാണ് സന്തോഷത്തിന്റെ കാലഘട്ടമായി. മേ ബി ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അവനെ കാണാൻ പറ്റാത്ത വിഷമം എനിക്ക് അറിയാമായിരുന്നു. അവിടെ പിണങ്ങിയിട്ടൊന്നല്ല കേട്ടോ കാണാൻ പറ്റാത്തത്, എത്താൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിണക്കമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു വീഡിയോ കിച്ചു ചെയ്തതിൻ്റെ പേരിൽ പിന്നെ അവർ തമ്മിൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല, അല്ലേ? അതിനുശേഷം കിച്ചു ഒരു കിച്ചു എന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ കിച്ചുവിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിനി അവനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതായിരുന്നു കിച്ചുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കിച്ചു സംഭവം നിങ്ങൾക്കൊക്കെ ഇപ്പൊ പിടിയിട്ടിട്ടുണ്ടാവും. എല്ലാ ചാനലുകളും വന്നു. കിച്ചു ഓൾറെഡി അത് സീക്രട്ട് ഏജന്റും ഇദ്ദേഹവുമാണ്. ഈ രണ്ട് പ്രമുഖരാണ് എല്ലാ വിഷയത്തും അവസാനം ചെയ്യുന്നത്. ഈ രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ കിച്ചു ഓൾറെഡി ഒരു വിഷയം, കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടി റീക്യാപ്പ്. കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കിച്ചു അനുഭവിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും അത് ഡയറക്റ്റ് ആയിട്ട് രേഷ്മയെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനത്തിലേക്ക് പോയി. അന്ന് ഇവരെല്ലാരും പറഞ്ഞിരുന്നത് ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്തു, അങ്ങനെയല്ലേ പറഞ്ഞു. മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ചു വിട്ടേന്ന് പറഞ്ഞു. കിച്ചു പലയിടത്ത് വന്നിട്ട് ഞാൻ എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് കിച്ചു അത് പറഞ്ഞു വന്നപ്പോഴത്തേനും കിച്ചു ആ വീട്ടിൽ നേരിട്ട് ഒറ്റപ്പെടലും രേണു, ഇപ്പോഴത്തെ അമ്മ രേഷ്മ തങ്കച്ചൻ, അല്ല രേണു സുധി, അങ്ങനെ പറഞ്ഞാൽ കിച്ചു അതൊരു സർക്കാസത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം രേഷ്മ പലയിടത്തായിട്ട് കിച്ചുവിനെതിരെ വരുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുകയും അതിനകത്ത് കൊല്ലം സുധീനെ വലിച്ചു കീറിട്ടുണ്ടെങ്കിൽ പോലും രേഷ്മ അതെടുത്ത് ഷെയർ ചെയ്യുകയും അങ്ങനെ ഇവര് തമ്മിലൊരു കോണ്ടാക്ട് ഇല്ല എന്നുള്ളത് രേണു പലയിടത്തും എയർപോർട്ടിൽ വന്നപ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആവുകയും ചെയ്തു. ഇവര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അവന്റെ പ്രായം അങ്ങനെയല്ലേ, അവന്റെ മെച്ചൂരിറ്റി ആയതല്ലേ, അങ്ങനെ പറയുകയും ചെയ്തു. പക്ഷെ ഈ വീഡിയോയുടെ കിച്ചു എടുത്ത വീഡിയോയുടെ ടൈം പീരീഡ് ഏതാണെന്ന് അറിയില്ല. കാരണം കിച്ചു എടുത്ത വീഡിയോക്കകത്ത് കിച്ചു പറയുന്നു അത് മറ്റേ റിതപ്പൻ അമ്മയെ എയർപോർട്ടിൽ വിളിക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് ഏത് ടൈം? 2 ദിവസം മുന്നേ ഞാൻ അത് പറയാം. 2 ദിവസം മുന്നേ ഷെഫീന ബീവിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ പരിപാടി നിർത്തുവാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു, കമന്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചുവിനെയും റിതപ്പനെയും ഈ രേഷ്മ പി തങ്കച്ചന്റെ അമ്മേനെയും അവരുടെ പെങ്ങടെ മോനും എന്തോടെന്ന് തോന്നുന്നു, പിന്നെ കിച്ചുവിന്റെ ഫ്രണ്ട്സ് ഇവരെല്ലാവരും കൂടി കോട്ടയം ലുലു മോളിൽ വെച്ചിട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ അവരുടെ ചാനലിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എയർപോർട്ട് അവിടെ രേണു അവിടെ മേ ബി രേണു സ്ഥലത്തുണ്ടാവില്ല. ഇപ്രാവശ്യം ചിലപ്പോൾ പോയപ്പോൾ മീഡിയക്കാരെ അറിയില്ല കേട്ടോ, നമുക്കറിയില്ല. പക്ഷേ ഇവർ എയർപോർട്ടിൽ എന്തോ രേണുവിനെ വിളിക്കാൻ പോകണമെന്നാണ് റിതപ്പൻ ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അമ്മേനെ വിളിക്കാൻ പോകണു എന്നാണ് പറഞ്ഞത്. വോട്ടെവർ എന്തെങ്കിലും ആവട്ടെ, അവര് എവിടെ പോലും നമ്മളെ വിഷയമല്ല. പക്ഷേ ഈ വീഡിയോക്കകത്ത് മനു ആ വീഡിയോ കണ്ടല്ലോ, മനു ആ വീഡിയോ ചെയ്തു അല്ലേ? ആ വീഡിയോക്കകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കിച്ചുവിന് ശരിക്കും പറഞ്ഞാൽ റിതപ്പനെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു സുധി എങ്ങനെയാണ് റിതപ്പനെ നോക്കോ അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ കിച്ചു റിതപ്പനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കിച്ചുവിന്റെ വീഡിയോയ്ക്കകത്ത് കിച്ചു പറയുന്നുണ്ടായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻകാർ കിച്ചുവിനോട് എവിടെ സ്ഥലം വേണം, എവിടെ വീട് വേണം എന്ന് ചോദിച്ചപ്പോൾ കിച്ചു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് കോട്ടയത്ത് മതി, കാരണം ഇവരവിടെയാണല്ലോ, റിതപ്പൻ അവൻ സേഫ് ആവണം, ഇതായിരുന്നു കിച്ചുവിന്റെ ആഗ്രഹം. വീട്ടിൽ തന്നെ സ്റ്റോറീസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും ആവട്ടെ, എങ്ങോട്ടാന്ന് വെച്ചപ്പോ അതെ. അപ്പോൾ കിച്ചുവിന് അതുകൊണ്ടാണ് കിച്ചു അവിടെ മതി സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിതപ്പനെ കിച്ചു അത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അവനോട് അത്രയും കാര്യമുണ്ട്. കിച്ചുവിന്റെ വിഷമം അത് തന്നെയായിരുന്നു, ഇവനെ ഇനി കാണാൻ പറ്റുമോ. ഇന്ന് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്തും അവന്റെ ടെൻഷൻ അതാണ്, ഇവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ അവർക്ക് ഒരിക്കലും മോശമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അതെ, കാരണം അവന്റെ വീടാണ്, അവന്റെ കൂടി പേരിലുള്ള വീടാണ്, അവന്റെ വീടെന്നല്ല അവന്റെയും കൂടി പേരിലുള്ള വീടാണ്. അതിനകത്ത് ഇപ്പൊ കംപ്ലീറ്റ് റൈറ്റ്സ് ഉള്ളത് കിച്ചുവിനാണ്. 18 വയസ്സായിട്ടില്ല. സോ കിച്ചുവാണ് അതിന്റെ. പിന്നെ അവന് 18 വയസ്സാവുന്നത് വരെയും രേഷ്മ പി തങ്കച്ചന് അതിനുള്ള റൈറ്റ് ഉണ്ടില്ലെന്നല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കിച്ചു അവിടെ പോകുന്ന സമയത്തും അവർക്ക് ആ ടെൻഷൻ ഉണ്ട്. കൂട്ടുകാരന്മാർക്ക് ടെൻഷൻ കൂടുതൽ. അവർ ചോദിക്കുന്നുണ്ട് നിനക്ക് ടെൻഷൻ ഉണ്ടോ, കൂടെ നിൽക്കുന്നുണ്ട്. പറയാണ്ടിരിക്കും, നമ്മൾ മുൻപൊരിക്കലും ഈ കൂട്ടുകാരന്മാരെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ആ സമയത്തുള്ള സംസാരം
എന്തിന്റെയോ സ്വാഭാവികമായിട്ടും കൂട്ടുകാരെ പറയുമ്പോൾ നമുക്ക് പോയേ എന്തിന്റെയോ ബേസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് തെറ്റും ശരി നമ്മൾ മാറി മാറി പറയാറുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. തെറ്റ് കാണിച്ച് തെറ്റെന്ന് പറയും. നമുക്ക് യാതൊരു വ്യക്തികളോടും ഒരു ഒരു നാളെ ഈ പറഞ്ഞ രേണു വന്ന് സംസാരിച്ചാലും നമ്മൾ സംസാരിക്കും. നാളെ രേണു വന്നൊരു നല്ലത് രേഷ്മാബി തങ്കച്ചൻ നല്ലത് തന്നെ പറയും, പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് മാറ്റി പറയുന്നു അല്ലെങ്കിൽ മാറി പറയേണ്ടി വരുന്നു? അത് നമ്മുടെ നിവൃത്തികേടാണ്. അവർ കാണിക്കുന്ന അമ്മാതിരി പരിപാടി ആയതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു. സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രേഷ്മ സപ്പോർട്ട് ചെയ്യാൻ ഒരു സാധനം എന്താ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ? ഉറപ്പായിട്ട് ചെയ്തിരിക്കും. അപ്പൊ ഇത് കിച്ചു അവിടെ പോകുന്നു, ചെന്നിട്ടും അവിടെ ഉള്ളവർക്കൊന്നും വലിയൊരു മതിപ്പ് തോന്നുന്നില്ല. അവൻ ചെല്ലുന്നു, ഋതപ്പനെ എടുക്കുന്നു. അവർ ആ ഒരു വിഷ്വൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഋതപ്പനെ എടുക്കുന്നു. അപ്പോഴും ഋതപ്പന്റെ ഫേസ് കണ്ടായിരുന്നോ? ഭയങ്കര പേടി മാത്രമല്ല, അവന്റെ ഒരു ഡൾനെസ് ഉണ്ട്. നമുക്കത് ഫീൽ ചെയ്യുന്ന കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് പോകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നുണ്ട്. കിച്ചു അത് പറയുന്നുണ്ട് ആ വീഡിയോക്കകത്ത്. പെർമിഷൻ ചോദിച്ചപ്പോൾ രേഷ്മാബി തങ്കച്ചന്റെ അച്ഛൻ പറയുന്നു, കണ്ടില്ലേ, കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ആദ്യം പറയുന്നത്. പിന്നെ രേഷ്മയോട് ചോദിച്ചപ്പോഴാണ് ശരി കൊണ്ടുപോക്കോളെന്ന് പറഞ്ഞിട്ട് അറിയാം വിട്ടില്ലെങ്കിൽ പണിയാവും, അതുകൊണ്ട് സമ്മതിച്ചു. അതിന്റെ പിന്നാലെ ഇവരുടെ ചേച്ചിയുടെ മക്കളെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ചേച്ചി പറയുന്നു എന്റെ മക്കളോട് കൊണ്ടുപോകും. അത് ചോദിക്കാൻ റൈറ്റ് അവർക്കുണ്ട്, അത് വേറെ കാര്യം. അവരുടെ മക്കള് ആര് ചോദിക്കാനുള്ള റൈറ്റ് എന്നുള്ളതല്ല, അത് ചോദിക്കുമ്പോഴത്തേനും അതിനകത്ത് വരുന്ന ഒരു സാധനം കിച്ചുവിനെ അവർക്ക് ട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു സാധനമാണ് അതിനകത്ത്. എന്ത് അല്ല ഞാൻ പറഞ്ഞു, അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള ഈ ഒരു അവസരത്തിൽ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? അവർ ട്രസ്റ്റ് ചെയ്യണ്ടെന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് അങ്ങനെ മീൻസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും അത് ഈ വീഡിയോയുടെ മുമ്പിലേക്ക് അത് എന്തായാലും കിച്ചു വരും. അപ്പൊ കിച്ചു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ലോൺലിനെസ് ഒക്കെ ഒറിജിനൽ ആണെന്നുള്ളത് തന്നെ പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ അവൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ഈ രേണുവിനെ വെളുപ്പിക്കുന്നവരൊക്കെ വന്നിരുന്നു, അല്ല കറുപ്പിക്കണോ വെളുപ്പിക്കണോ ചെയ്യുന്നത്, എന്തോ ചെയ്യുന്നു, വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ കറുത്തോണ്ടിരിക്കുക. അവര് വന്നിട്ട് പറയുന്നത് കിച്ചു എന്തോ മാനിപ്പുലേറ്റ് ചെയ്തു. അത് ആരാ മാനിപ്പുലേറ്റ് ചെയ്തത്? അപ്പൊ കിച്ചു വീട്ടിൽ ചെന്നു, നല്ലത് ചെയ്തു. ആരാ നല്ലത് ചെയ്യിച്ചേ? എന്താ പറയുന്നത്? അങ്ങനെ പറയണം. നമ്മള് പറഞ്ഞത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പാലം പൊളിഞ്ഞു വിടാ ദോ ദൗമാര്. അത് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് ആ സെറ്റപ്പാ പറയുന്നത്. അങ്ങനെ കിച്ചു എന്ത് ചെയ്യുന്നു, ഇവനെയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഈ പറയുന്ന ചേച്ചി പുറകിന്ന് വിളിക്കുന്നു, എന്റെ മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല. അവൻ ധൈര്യത്തോടെ എന്ത് ചെയ്തു, പിള്ളേരെ കൊണ്ടുപോയി. പക്ഷെ കൂടെ ആരുണ്ടായിരുന്നു? രേഷ്മാബി തങ്കച്ചന്റെ അമ്മയുണ്ടായിരുന്നു. അവർ ആ ഇളയ കൊച്ചിന്റെ ചേച്ചിയുടെ മോന്റെ കൈയും പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്തും ഋതപ്പന്റെ ഫേസിൽ എന്തില്ല, ഹാപ്പിനെസ് ഇല്ല. അവര് കാറ് കയറിയ ശേഷം ചോദിക്കുന്നുണ്ട് എന്താ നീ ഡല്ലായിട്ടിരിക്കുന്നത്, എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ ഞാൻ പറയട്ടെ, പണ്ട് കാലങ്ങളിലെ ഒരു ശീലമാണ്, പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്ന ഒരു ശീലമാണ്. ഈ അമ്മയും അടുത്ത വീട്ടുകാരായിട്ട് പിണങ്ങുവാണെങ്കിൽ മക്കളെ കൊണ്ട് മിണ്ടിക്കില്ല. നീ അവിടെ പോയി മിണ്ടല്ലേ, സംസാരിക്കല്ലേ. അല്ലെങ്കിൽ അച്ഛനും കുടുംബക്കാർ പിണങ്ങുവാണെങ്കിൽ മക്കളെ മിണ്ടാൻ സമ്മതിക്കില്ല. ഇത് ഒരു പ്രവണതയായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഉണ്ടെന്നുള്ള ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഇവൻ ഇപ്പൊ കിച്ചു അവന്റെ വീഡിയോ ചെയ്തു, അത് അവന്റെ ആ ഒരു സാഹചര്യത്തിൽ അവൻ ചെയ്തു. കിച്ചു ഒരിടത്തും രേണുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇല്ല, ആ വീഡിയോക്കകത്ത് ഇവർ ഉണ്ടാക്കിയെടുത്തു. അത് തന്നെയാണ് ഇപ്പം വാല് കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ ഒരു വാല് കാണിക്കുന്ന പരിപാടി എന്താണ്? ഈ ഗോൾഡിന്റെ ആരോപണം ഗോൾഡിന്റെ ആരോപണം ആർക്ക് നേരെയാണ്? രേഷ്മാബി തങ്കച്ചന് നേരെ. അത് ഉണ്ടോ ഇല്ലയോ വാട്ട് എവർ, അതല്ല. അതിനകത്ത് അവർക്ക് നേരെ മാത്രമുള്ള ഒരു ആരോപണമാണ്. കുറെ ഫോട്ടോസ് കാണുന്നുണ്ട്, ചീരയും കൂടെ തന്നെ. അതെ, ഇവര് എഡിറ്റ് ചെയ്തിരുന്ന ഫോട്ടോ ഇവര് നിൽക്കുന്നത് രേണുവിന്റെ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇൻ കേസ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് ഉണ്ടെങ്കിൽ ചുമ്മാ പോയി വള്ളി പിടിക്കുമ്പോ ഉണ്ടെങ്കിൽ പെടില്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഇത്രയ്ക്ക് തലയ്ക്ക് താമസില്ലേ? വന്നിരുന്ന് ഘോരം വാദിക്കുന്ന കാണാം, അല്ലെങ്കിൽ ഗർജിക്കുന്ന കാണാം, ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ കാര്യം. ഇതിനകത്ത് ലുലുമാളി കൊണ്ടുപോയി ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ മറ്റേ ഗെയിം ഏരിയ പോയിട്ട് കളിക്കുന്നു. അങ്ങനെ കുറേ പേര് അവൻ ഭയങ്കര ഹാപ്പി ആയി. ശരിക്കും തിരിച്ചു വന്നപ്പോൾ ഋതപ്പന്റെ ഫേസ് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. കിച്ചുവിന് അറിയാം അവൻ എന്ത് വേണമെന്നുള്ളത്. അതായത് ഋതപ്പിന് വേണ്ടി അവന് എന്താ വേണ്ടെന്നുള്ളത് അവനറിയാം. രേഷ്മാബി തങ്കച്ചനെ സംബന്ധിച്ച് ഈ യൂട്യൂബ് ചാനൽ മാത്രം വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്നേരം കിട്ടുന്ന പൈസക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, കിട്ടുന്ന സന്തോഷത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്താണ് ലിമിറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. യൂട്യൂബ് അവരെ സംബന്ധിച്ചിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര വ്യൂ പോകും? മിനിമം ഒരു 10 ലക്ഷം പോവുമല്ലോ. അതേസമയം രേഷ്മാബി തങ്കച്ചൻ ഇടുമ്പോഴോ അതൊരു 10-20 ലക്ഷം പോവും. ഒരു ദിവസം, എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറയുന്നില്ല, ആഴ്ച ഒരു വീഡിയോ ഇട്ടാ പോരെ? നമ്മളൊരു മാസം ഉണ്ടാക്കുന്ന വ്യൂ ഉറപ്പായിട്ടും അവർക്ക് ആഴ്ച ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം അതിന് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഓരോ ആളുകൾക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. രേണുവിന്റെ താല്പര്യം ആൽബമാണ്. ദാസണ്ണന്റെ കൂടെ ഡാൻസ് കളിക്കുന്നത് കിട്ടുന്ന ഒരു മനസംതൃപ്തി വ്ളോഗ് ചെയ്താൽ കിട്ടില്ല. എനിവേ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തായാലും കിച്ചുവിന്റെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. പല ആൾക്കാരുടെയും വീഡിയോ ഞാൻ കണ്ടു. ഇപ്പം പിതൃത്വം ഇനി തെളിയിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചോണ്ട് ഒരുത്തൻ ഭയങ്കര ഘോരം വാദിക്കുന്നുണ്ട് ആ കാര്യം പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഏത് യൂട്യൂബർ, ഇപ്പം ഷഫീന ബേബി അത് പറഞ്ഞു, അതല്ലാണ്ട് ബിച്ചുവിന്റെ വീഡിയോ ഉണ്ടായിരുന്നേ. ബിച്ചു എന്ന് പറയുന്നത്
മറ്റേ ഇല്ല അവര് പറഞ്ഞില്ലേ രേണുവിന്റെ പിതൃത്വം ശാരിക പറഞ്ഞത് കിച്ചുവിന്റെ പിതൃത്വം ഫാമിലി മുഴുവൻ രേണുവിന്റെ പിതൃത്വം ബിച്ചു എന്ന് പറയണ ഒരു കാര്യം ചെയ്യും അൽബൈക്കത്തെ അവരുടെ പിതൃത്വം അവരുടെ അച്ഛന്റെ പിതൃത്വം ശരിക്കും അങ്ങനത്തെ ട്രോളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെയാണ്. ശാരികയുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ രേണുവിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള വീഡിയോ എനിക്ക് ബലമായ സംശയമുണ്ട് ഈ ശാരികക്ക് എന്തോ മുൻവൈരാഗ്യം ഉണ്ട് രേണു. കാരണം ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻവൈരാഗ്യം. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ സപ്പോർട്ട് മൊത്തം രേണുവിന് പോയി. അന്ന് തുടങ്ങിയതാണ് ഇവര്. അതിൽ പിന്നെ മൊത്തം ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് രേണു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അണഞ്ഞൊതുങ്ങി കഴിയുമ്പോഴത്തേക്കും പിടിച്ചോണ്ട് വരും. അതെ അതെ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇവര് അതുപോലെ അത് മാത്രമല്ല ഷെഫിനെ ചേച്ചി ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അപ്പൊ പിന്നെ ലൈം ലൈറ്റ് നിൽക്കാൻ പറ്റും. അല്ല ആ വീഡിയോക്കകത്ത് ഞാൻ വെക്കാത്തൊരു പോയിന്റ് ഉണ്ട്, കുറച്ച് പോയിന്റുകളുണ്ട്. അതായത് ഈ ബോഡി ഷേമിങ്. കൂട്ടുകാരി നിന്നുകൊണ്ട് അവൾ ഇത്രയുള്ള സാധനമാണ് എന്തുവാണ് അത് പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്ത കാര്യം. കിച്ചുന്റെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഋതപ്പൻ അവൻ ആദ്യം ഹാപ്പി അല്ലെങ്കിൽ പോലും പിന്നെ അത് ഹാപ്പി ആയിട്ട് മാറി. അവൻ അതാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആ കൊച്ചിനെ കൊണ്ട് പുറത്ത് പോവുക, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗെയിം ഷോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇടപെടുത്തുക. എങ്കിൽ മാത്രമേ അവൻ ഈ മൊബൈലിന്റെ അഡിക്ഷൻ പോലും മാറുള്ളൂ. അല്ലേ? ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഫുൾ ടൈം അവൻ വീട്ടിലാണ്. അവൻ ഫുൾ ടൈം ഈ പറയുന്ന ഫോണിലായിരിക്കും. അപ്പൊ കുറെ പേര് ഒന്ന് കമന്റ് ചെയ്യും, നിനക്കൊക്കെ വേറെ പണിയില്ലേ, നീയൊക്കെ അവരുടെ ഫാമിലി നോക്കാൻ പോകുന്നത്. ഈ പയ്യനാണ് നാളെ വളർന്നു വരുന്നത്. അല്ലേ? ഇവൻ വളർന്നു വരുമ്പോ ഇന്ന് അവൻ മൊബൈൽ അഡിക്റ്റ് ആണെങ്കിൽ നാളെ അവൻ വേറെ അഡിക്ഷൻ തുടങ്ങും. നീയൊക്കെ എന്തിനാ ഈ പണി നോക്കുന്നതെന്ന് പറയുന്ന ഇപ്പൊ ഋതപ്പനല്ലേ അവിടെ പറഞ്ഞത്. ഏതോ ഒരു കൊച്ച് ഇന്ന് ഫോണിൽ അഡിക്റ്റഡ് ആയി നിൽക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. അവൻ വളർന്നു വരുമ്പോ ഇന്ന് നീ എന്തിനാടാ അവന്റെ കുടുംബം നോക്കുന്ന, അവൻ ഫോണിൽ നോക്കുന്നതെന്ന് പറയുന്ന നിങ്ങളിൽ ഒരാളെ മോളെ ആയിരിക്കും അവൻ കെട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലായത്. അതെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തല്ലോ, അതിനകത്ത് ഇതൊക്കെ തന്നെയല്ലേ ബാധിക്കുന്നത്. ഈ മൊബൈൽ അഡിക്ഷനും ഇന്റർനെറ്റും ഒക്കെ തന്നെയാണ് അതിന്. നിങ്ങളുടെ വീഡിയോ മൊത്തം കുൽസിതം കേട്ടോ, നന്നാവണം. മാസ്റ്റർ മൈൻഡ് മാനു ഒന്നും പറയില്ല ഞാൻ. അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ ഈ വീഡിയോക്കകത്ത് പ്രത്യേകിച്ച് കോണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം അറിയിക്കണം തോന്നി. കിച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം അറിയിക്കണം. വീഡിയോ ഒന്നുമല്ല, കിച്ചുവിനെ ഞാൻ ഒരു തവണ പേഴ്സണലി കിച്ചുവിനെ കണ്ടായിരുന്നു കൊല്ലത്ത് വെച്ചിട്ട്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പുള്ളി സംസാരിച്ചത്. പുള്ളി അങ്ങനെ ഒരു എന്താ ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. കണ്ടപ്പോ ഭയങ്കര പാവമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു പ്രശ്നത്തിലേക്ക് വീണപ്പോ കിച്ചുവിന് പലരും സപ്പോർട്ടായിട്ട് വന്നത് പോലും കിച്ചുവിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. രേണുവിനോടുള്ള ദേഷ്യമാകാം. പക്ഷെ കിച്ചു ഈ പറയുന്ന കോൺട്രവേഴ്സികളോ സുധിയെ രേണുവിനെക്കാട്ടിലും നന്നായിട്ട് കിച്ചുവിന് വിൽക്കാൻ പറ്റും. അതൊന്നും ചെയ്യുന്നില്ല. അവന്റെ അപ്പന്റെ പേര് ക്രെഡിബിലിറ്റി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അവന്റെ അപ്പനെ പറയുന്നോണ്ട് തന്നെയായിരിക്കും അവർ രേണുവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി തരുന്നത്. അപ്പൊ അങ്ങനെ അവരാ മീൻസ് കിച്ചുവിന് ആ ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം കിച്ചുവിനിപ്പോ കാശുണ്ടാക്കാനായിരുന്നുവെങ്കിൽ ഈ ഒരു ടൈം എല്ലാം അവന് യൂസ് ചെയ്യാം. ഇല്ലേ? എന്തുമാത്രം ആരോപണങ്ങൾ മറ്റവർക്കെതിരെ വന്നു, അതെല്ലാം അവന് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അവനറിയാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ. ഇല്ലേ? കുറെ കാര്യങ്ങളൊക്കെ അവനും അറിയായിരിക്കുമല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവനത് വേണമെങ്കിൽ വിളിച്ച് പറയാമല്ലോ. അപ്പൊ അവന്റെ ഇന്റൻഷൻ കാശല്ല. ഇല്ലെങ്കിലും പറയാം. ഇവിടെ പല ആൾക്കാരും കോണ്ടന്റിന് വേണ്ടി ഇവിടെ കലാപം വരെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. അവനെ സംബന്ധിച്ച് അവനൊന്നും കോണ്ടന്റ് അല്ല, അവൻ അനുഭവിച്ച കാര്യങ്ങൾ അവൻ പറഞ്ഞു. അത് കേട്ട അമ്മ മനസ്സുള്ള, അതായത് മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർ അവന്റെ കൂടെ നിന്നു, അവന് വേണ്ടി സംസാരിച്ചു, അവന് വേണ്ടി കമന്റുകൾ അയച്ചു. പക്ഷെ അല്ലാത്ത കുറെ അമ്മമാരുണ്ട്, മറ്റേ ആ അമ്മയുടെ അതേ സ്വഭാവമുള്ള കുറെ അമ്മമാരുണ്ട്. അവർ വന്നിട്ട് ചുമ്മാ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ മറ്റേ അഡിക്ഷനാണ്, അവൻ ഈ അഡിക്ഷനാണ്, നാളെ അവൻ മറ്റേ ആ കേസിൽ പെടും, ഈ കേസിൽ പെടും എന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഒരു കാര്യമില്ല. അവൻ എങ്ങനെ ജീവിക്കണം അവനറിയാം. നാളെ അവൻ തെറ്റ് ചെയ്തു. പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കും ഉണ്ടാവാം. ഈ വീഡിയോയിൽ ഇരുന്ന് ഘോരം പ്രസംഗിക്കുന്ന നമുക്കും ഉറപ്പായിട്ടും. ആ അഡിക്ഷനിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതാണ്. പുറത്ത് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് അവൻ പുറത്ത് വന്നു, അവൻ ഓൾറെഡി അത് പുറത്ത് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അവൻ എന്തുകൊണ്ട് അവിടെ എത്തി ചിന്തിക്കണം. അതെ, അവനെ ഒരു മോഡലാക്കി എടുക്കണം. അതൊരു വിൽ പവർ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കപ്പാസിറ്റി തന്നെ വേണം. ഉറപ്പായിട്ടും. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. കിച്ചു സ്ട്രോങ് ആയിട്ട് നിന്ന് ഋതപ്പന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ഞാൻ പറയുള്ളൂ. കാരണം എങ്കിലും ആ കൊച്ചിന്റെ ലൈഫ് മാറത്തുള്ളൂ. ഇതില്ലാണ്ട് ഇപ്പം ഈ ശരിക്കും വെക്കേഷൻ ടൈമാണ്. അവൻ എന്തെങ്കിലും ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ ഇപ്പൊ ബാലഭവൻ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ അങ്ങനെയൊക്കെ പോകുന്നുള്ളത് പോലും നമുക്കറിയത്തില്ല. പക്ഷെ ഈ ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഫുൾ ടൈം ആ വീട്ടിലാണ്, ഇല്ലേ? അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പരിപാടികൾ നോക്കി വളർത്തുന്നതാണ് നല്ല ടീംസ്. അതെ. അല്ല, ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഒരു കമന്റ് കണ്ടു ഞാൻ. അവൻ ഈ പുറത്തിറങ്ങിയിട്ടും അവൻ ഒന്നും മോശമായിട്ട് പെരുമാറുന്നില്ല, മോശമായിട്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അവൻ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അവൻ ആരോട് സംസാരിക്കാൻ പറ്റാതെ അവൻ ആകെ കാണുന്ന ആരെയാണ്? രേഷ്മ പി തങ്കച്ചന്റെ അച്ഛൻ. ഫോണിലേക്ക് പിള്ളേർ ഒരുപാട് അഡിക്റ്റഡ് ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പബ്ലിക്കായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. കണ്ണടിച്ചു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 2 കുട്ടികളുണ്ട്. ഈ കൊച്ച് ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. നമ്മൾ പോലും അവനെ ഈ അടുത്തേക്ക് വിളിക്കുമ്പോഴേക്കും അവൻ വരാറില്ല. പേടിയല്ല അത്,
അവൻ അങ്ങനെ സംസാരിച്ച് ശീലമില്ല. അതുകൊണ്ട് ടൈം മാറും. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നത്, അവരെന്താണെന്ന് അറിയോ, നഴ്സറി വിട്ടു തുടങ്ങി. മറ്റത് വീട്ടുകാരെ നോക്കിക്കൊണ്ടിരുന്നത്, അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാത്തൊരു കാര്യം പറയാം, ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ട് ഒരാളായിരുന്നു. ഞാനിത് മാറിയത് ഏത് സാഹചര്യത്തിലാണെന്നറിയോ? വിശ്വസിക്കരുത്, സത്യമായിട്ടും എന്റെ കൂടെ പഠിച്ചവർ ആരോ വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ട് ഒരാളായിരുന്നു. ഇത് മാറുന്നതെന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്ന മേഖലയിലോട്ട് വന്നോ ഒന്നും ചെയ്യാൻ വഴിയില്ല. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നത്. സോ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് നിൽക്കുമ്പോഴത്തേന് അതിനകത്ത് ആ ഒരു കംഫർട്ട് സോണിൽ. ഞാനിപ്പോ ഈ പറഞ്ഞ കേസ് അങ്ങനെയാണ്. കാരണം ഈ ഋതപ്പന്റെ അതേ പ്രായമുള്ളൂ ആ കുട്ടിക്കും, 6 വയസ്സ് ആ റേഞ്ചേ ഉള്ളൂ. അവനിപ്പം നഴ്സറി വിട്ടു, ഒരുവിധം എല്ലാവരോടും ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ കാണുമ്പം അങ്കിളെന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ബ്രൂണോ ഇല്ലേ, എനിക്ക് പ്രായമുണ്ട്, ആയിക്കോട്ടെ കുഴപ്പമില്ല. ബ്രൂണോ ഇല്ലേ, ബ്രൂണോനെ കളിപ്പിക്കാൻ വേണ്ടി അവനെ ഇറങ്ങി വരാറുണ്ട്. ഇതൊക്കെ ചെയ്യാറുണ്ട്. പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇതുപോലെ പുറത്ത് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കുട്ടിയുടെ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. നമ്മൾ അങ്ങനെ തന്നെയാണ് വളരേണ്ടത്. ഫോൺ വേണം, ടെക്നോളജി വേണം, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോ ഉള്ളവര് ഫുൾ ടൈം ഫോണിൽ കുത്തിയിരിക്കും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫുൾ ടൈം കുത്തിരിക്കില്ല, നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ കുത്തിരിക്കും. ഞാൻ ഏത് വീഡിയോ നോക്കിയാലും നിങ്ങളുടെ ലൈക്ക് ഉണ്ട്. ലൈക്കിൽ കാര്യമില്ല, അപ്പൊ കാണാതെ എങ്ങനെ ലൈക്ക് ചെയ്യുന്നേ? ഇങ്ങനെ ഫുൾ ടൈം ഓൺലൈനിലാണ്. ഞാൻ എവിടെ കയറി നോക്കിയാലും ഒന്നെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ലൈക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ്, എന്തെങ്കിലും ഇതിനകത്ത് കാണാം. ഇയാളെ വീഡിയോയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നെ കുറ്റം പറയാൻ വേണ്ടിയാണോ? ഞാൻ മറ്റേ രേണുവിനെ ശാരീരിക സപ്പോർട്ട് ചെയ്തതിൽ സപ്പോർട്ടീവല്ലേ? ഇതാണ് സപ്പോർട്ട് അല്ലേ? അപ്പൊ ഈ അഡിക്ഷൻസ് എല്ലാം അവസാനിപ്പിക്കുക. പിള്ളേരുടെ ഫോണിൽ ഒരുപാട് നോക്കി കഴിഞ്ഞാൽ കണ്ണിന് ഡാമേജ് ഉണ്ടാകും. അതുപോലെ ഇവർ ഇൻട്രോവേർട്ട് ആയിട്ട് മാറും. നാലാമത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവർ അഡിക്റ്റഡ് ആയിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇവർ ഏതോ ഒരു ഫാന്റസി ലോകത്തേക്കായി പോകും. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ഇവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, പഠിക്കാനുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടും. ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്തുനിന്നുണ്ടാവും. അതൊക്കെ വിവരമുള്ള ദയവേത് ഫോൺ മക്കൾക്ക് അനാവശ്യമായിട്ട് കൊടുക്കാതിരിക്കുക. അതേ പറയാനുള്ളൂ, അനാവശ്യമായിട്ട് ഫോൺ കൊടുക്കാതിരിക്കുക. ഈ മറ്റേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാ മക്കളെ കാർട്ടൂൺ കാണും എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ കാര്യമാണ്, അവരുടെ മകൻ കാർട്ടൂണിൽ കാണുന്ന മോശം വാക്കുകൾ വീട്ടിൽ ഉപയോഗിച്ചു തുടങ്ങിയെന്ന്. എന്റെ കൂടെ പഠിച്ചൊരു ആളുണ്ടായിരുന്നേ, അന്ന് ഞാൻ ചെറുതാ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ അനിയൻ, അവന്റെ ഒരു 37 വർഷം മുമ്പല്ലേ, കുറെ വർഷമായി. അപ്പൊ ഇവന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഫാമിലിയിലൊക്കെ ഭയങ്കര ചീത്ത വിളിയാ. ഇത് കേട്ടിട്ട് മറ്റേ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന്റെ അനിയൻ ഭയങ്കര തെറിവിളിയാ. തെറിവിളി എന്ന് പറഞ്ഞാൽ ഒന്നും നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഈ വാഴ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇവരുടെ പാരൻസിനെ ഡെയിലി വീട്ടിൽ വിളിക്കും. ഈ ചേട്ടന് 2 ചേട്ടന്മാരുണ്ട്. 2 ചേട്ടന്മാരും അവിടെ ഉണ്ട്. അവന്മാരുടെ കയ്യിലൊന്നും കൺട്രോൾ വയ്ക്കുന്നില്ല. ലാസ്റ്റ് ആ പാരൻസ് ചെയ്തത് ഭയങ്കര മോശമാണെങ്കിൽ അതിൽ നിന്ന് അവൻ നന്നായി മറ്റേ മുളക് പൊട്ടിച്ച് വായി തേച്ച് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ചീത്ത വിളിക്കുമ്പോൾ അത് പൊട്ടിച്ച് വെക്കുമെന്ന് പറഞ്ഞ് അന്ന് അവൻ മാറി. അവനിപ്പോൾ ഒരു പള്ളിയിലച്ഛനാണ്. അപ്പൊ അന്ന് അവർ അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് അത് മാറിയത്. അത് അന്ന് കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇവരെന്തൊരു ക്രൂരമാണെന്ന്. പക്ഷെ അതവന്റെ ഫ്യൂച്ചറിനെ നന്നാക്കി. അല്ല, കുട്ടികൾ കേൾക്കുന്ന വാക്കുകളാണല്ലോ അവര് മൈൻഡിലെടുത്ത് പഠിച്ചു വെക്കുന്നത്. അത് അവര് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്തോ മോനെ ഇതാ മാമിനെ തെറിവിളി, മാമിനെ തെറിവിളി. അല്ലെ, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, പല വീഡിയോകൾ ഇപ്പം അച്ഛന്മാരല്ലേ അമ്മമാര് മക്കളെ വെച്ച് ചെയ്യുന്നുണ്ട്. മക്കൾ കരയുന്ന വീഡിയോ, അല്ലെങ്കിൽ മക്കള് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്ന വീഡിയോ, അതിനെല്ലാം എൻകറേജ് ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് നാളെ എന്തുമാത്രം ബാധിക്കും അറിയോ? കാര്യം ഈ കരയുന്ന വീഡിയോ ഈ കുട്ടി നാളെ കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ ഈ കരച്ചിൽ കാണുമ്പോഴേക്കും അയ്യോ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നോ എന്നൊരു ലെവലിലേക്ക് മാറും. ഉറപ്പായിട്ടുണ്ടാവും. പണ്ട് ഇങ്ങനെ കിടന്ന് മുള്ളി അരിപ്പാലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും തോന്നും, ഉണ്ടാവും. അതിപ്പോ എനിക്ക് മാത്രമല്ലല്ലോ, അങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? തിരിച്ചടിച്ചു. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയാനുള്ളത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നമ്മൾ അത് പറയാറില്ലല്ലേ, ആദ്യമായിട്ടല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നേരെ മാസ്റ്റർ മൈൻഡ് ഒരു ചാനലുണ്ട്, അവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്. അതിനകത്ത് ഇത്രയും ഇരുന്നത് ഈ എന്താ ഇത്രയും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല അവിടെ, അത് വേറെ സെറ്റപ്പാണിത്. എനിക്കറിയാൻ പാടില്ല എന്താണ്. ഒത്തിരി മാന്യമായി പോകും. നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ എന്തായാലും എല്ലാം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.